തൃശ്ശൂർ 40 ലക്ഷത്തിൻ്റെ സ്വർണം അതിവിദഗ്ധമായി കവർന്നു. കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു അത് സംഭവിച്ചത് ഏകദേശം ഉച്ചയായപ്പോഴാണ്. എറണാകുളത്ത് സാഫിൻ ഓസ്കർ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സ്വർണം വിൽക്കുന്ന ഒരു കടയുണ്ട്. അവർക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ അവർ സ്വർണം വിൽക്കും, കൊണ്ടുപോയി കൊടുക്കും. അവർ തൃശ്ശൂർ 80 പവൻ്റെ ഒരു സ്വർണം വിൽക്കാൻ ആൾക്കാർ വന്നു. ആ കക്ഷികൾ നല്ല കക്ഷികളായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും, പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും. എന്തായാലും തൃശ്ശൂർ സ്വർണം ഇവർ എത്തിക്കാമെന്ന് പറഞ്ഞു. 80 പവൻ, ഏകദേശം 40 ലക്ഷം രൂപയുടെ സ്വർണം. അത് സുരക്ഷിതമായിട്ട് വാങ്ങിക്കണം, അത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. എന്തായാലും തൃശ്ശൂർ ഞങ്ങൾ ലോഡ്ജ് മുറിയെടുക്കാം, അവിടെ എത്തിക്കണം. എന്തായാലും ആ സ്വർണത്തിൻ്റെ വാങ്ങാൻ വന്നവരും ആ കടക്കാരും ജോലിക്കാരുമായിട്ടുള്ള അവരുടെ ചർച്ചകളും ഒക്കെ വളരെ വിശ്വസനീയമായി തോന്നിയിരിക്കാം. തൃശ്ശൂർ റൗണ്ടിനടുത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ലോഡ്ജിലാണ് കക്ഷികൾ മുറിയെടുത്തത്. അത് ഇവിടുത്തെ 2 സ്റ്റാഫ് ഷഹീനും ഷമീറും അവർ 80 പവൻ സ്വർണവുമായിട്ട് അവർ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലെടുത്ത ആ മുറിയുടെ അവിടെ ചെന്നു. അവരെ വിളിച്ചു, മുറിക്കകത്ത് ആളുണ്ട്, സാധനം കൊടുത്ത് പൈസ വാങ്ങിച്ച് പോകണമെന്നാണ് അവർ വിചാരിച്ചത്. മുറി കയറി. ഇവരെ മുറിയിൽ 1-2 ആളിന് പകരം 4 പേരുണ്ട്. 4 പേരും ഇവരെ ബലമായി പിടിച്ചു. ഇവരെ നിന്ന് 80 പവൻ സ്വർണം പിടിച്ചു പറിച്ച് അവർ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. ഇവർ പുറകെ കയറി പിടിച്ചു. 2 പേരെയും അവർ കുത്തി വീഴ്ത്തി. കുത്തുകൊണ്ട് അവർ വീണു. അവർ 4 പേരും സ്വർണവുമായി ഓടി കാറിൽ കയറി രക്ഷപ്പെട്ടു. എല്ലാവരും രക്ഷപ്പെടുന്ന പോലെ തോന്നി. കുത്തേറ്റെങ്കിൽ ഇവർ 2 പേരും ഷഹീനും ഷമീറും അതിൻ്റെ പിന്നാലെ ഓടി. അവരെ പുറത്തിനിട്ടാണ് കുത്ത്. പിന്നാലെ ഓടി ഒരുത്തനെ പിടിച്ചു. മറ്റു 3 പേരും കാറിനകത്ത് കയറി കാറ് വിട്ടുപോയി. പിടിച്ച ആൾ തൃശ്ശൂരുള്ളതല്ല, മലപ്പുറത്തുള്ളതല്ല, കണ്ണൂരുള്ളതല്ല. അയാൾ തിരുവനന്തപുരംകാരനാണ്. തിരുവനന്തപുരം മലയൻകീഴ് പെരുകാവിൽ വേളാവൂരിക്കൽ എന്ന സ്ഥലത്ത് രഞ്ജിത്ത് 46 വയസ്സുണ്ട്. ഗുണ്ടയാണ്, ധാരാളം കേസുകളുണ്ട്. ഓപ്പറേഷൻ അവിടെ പോയി അങ്ങ് നടത്തിയെന്നേ ഉള്ളൂ. ഇയാൾ പാലക്കാട് എക്സൈസിൻ്റെ അവസാനം അവിടെ ഡ്രഗ്സ് കടത്തിയതിൽ വലിയൊരു ഡ്രഗ്സ് മാഫിയയായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ്സ് കടത്തിയതിൽ കേസിൽ ഏറ്റവും അവസാനം അതാണ് അയാളുടെ ക്രെഡിറ്റ് കിടക്കുന്നത്. ആ ഡ്രഗ് കേസിലെ പ്രതിയാണ്. ഇപ്പോൾ അവിടുന്ന് ഒരാളെ പിടിച്ചു. പോലീസ് ഇടപെട്ടു. പോലീസ് വന്നു, പ്രതിയെ ഏൽപ്പിച്ചു. രഞ്ജിത്തിനെ, 46 വയസ്സുകാരനാണ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കിലുള്ള ആളാണ്. ഇവിടെ നിന്ന് ധാരാളം ക്രിമിനൽസുകൾ കേരളത്തിലെ പല ഭാഗത്തും പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വിളവൂർ താലൂക്കാണ്. തമിഴ്നാട്ടിലെ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന 2-3 ഈ 4 താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ കാണുന്നത്. അതുപോലെ ഒരു സ്ഥലത്ത് കണ്ണൂരും ധാരാളം ക്രിമിനൽസ് ഉണ്ട്, മലപ്പുറത്തും ഉണ്ട്. സ്വർണം തട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ ഒരു ഗ്യാങ് ചാലക്കുടി, തൃശ്ശൂർ ഭാഗത്ത് ധാരാളം പേരുണ്ട്. ഈ ഏരിയയിലാണ് അത് ഡോമിനേറ്റ് ചെയ്ത് കൂടുതൽ നിൽക്കുന്നത്. കാരണം എയർപോർട്ടിനടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ പല കണ്ണൂരും കാസർഗോഡും നിന്നൊക്കെ വന്ന് എയർപോർട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്നവർ അത് പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ധാരാളം സംഭവം നമുക്കറിയാം. അതിനകത്ത് മർഡർ ഉണ്ടാവും. അതിനകത്ത് കാറ് തമ്മിൽ ചേസ് ചെയ്ത് ഇടിച്ച് പലരും ചത്തിട്ടുമുണ്ട്. എന്നാൽ അത് നിർബാധം ആ തൊഴിലങ്ങ് മുന്നോട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല. തൃശ്ശൂരുണ്ടായ സംഭവം മിക്കവാറും തൃശ്ശൂരുകാരോ അല്ലെങ്കിൽ മലപ്പുറംകാരോ പാലക്കാടോ എറണാകുളത്തുള്ളവരാണ്. പക്ഷെ പിടിച്ച ആളുടെ അഡ്രസ്സ് തിരുവനന്തപുരം മലയൻകീഴാണ്. 46 വയസ്സുണ്ട്, ധാരാളം കേസുകളിലൂടെ ഉള്ള ഒരാളാണ്. കേരളം നിറയെ എവിടെയും പോയി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. 3 പേര് അവിടുന്ന് കാറിൽ തിരിച്ചു. പോലീസ് അത് ട്രാക്ക് ചെയ്തു. അപ്പോൾ അവർ തിരുവനന്തപുരം റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മെയിൻ റോഡിൽ കൂടെ ഒന്നുമല്ല, ഇട റോഡിൽ കൂടെയൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പിടി വീഴുമെന്ന് അവർക്കറിയാം.
CCTV ദൃശ്യങ്ങൾ അധികം കാണത്തില്ല, ഇട റോഡിലും ചെറിയ റോഡുകളിലൊക്കെ. അങ്ങനെ അവർ അവിടുന്ന് തിരുവനന്തപുരത്തിന് പോകുന്നു. എന്തായാലും തിരുവനന്തപുരത്തുള്ളവരാണ്, അവരുടെ പേരും അഡ്രസ്സുമൊക്കെ തൃശ്ശൂർ ടൗൺ പോലീസിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം തൃശ്ശൂർകാരനൊരുത്തൻ കയ്യിലുണ്ട്. ഏതായാലും ഈ ഒരാളെ കിട്ടിയതുകൊണ്ട് ആ കേസ് തെളിഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂരും പരിസരത്തുമുള്ള ഇതുപോലെ കേസിൽപ്പെട്ടവരൊക്കെ ആയിരിക്കണം, അവരെ പുറകെ ആയിരിക്കണം പോലീസ് പോകാൻ സാധ്യതയുണ്ടായിരിക്കുന്നത്. ഏതായാലും 80 പവനായപ്പോൾ 40 ലക്ഷം രൂപ, 55,000 രൂപ ഒരു പവനിപ്പം വിലയുണ്ടെന്ന് വിചാരിച്ചോണം. ഇവർ 3 പേര് തിരുവനന്തപുരത്ത് വന്നുകൊണ്ട്, തിരുവനന്തപുരത്ത് നമുക്ക് ധാരാളം കേസുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും സ്വർണ്ണക്കടയിൽ നിന്ന് അല്ലെങ്കിൽ സ്വർണം പണയത്തെടുക്കുന്ന ആൾക്കാർ പലരും രാത്രിയിൽ അന്നുള്ള സ്വർണ്ണമായിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് 3-4 സ്ഥലത്ത് ആ സ്വർണം തട്ടിയെടുത്ത് അങ്ങനെ കേസുകൾ ധാരാളം ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാട്ടാക്കടയിലെ ഒരു മോഹൻ, അയാൾ സ്വർണ്ണമായിട്ട് വന്നിട്ട് ഇതുവരെ അയാളെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഏകദേശം 2 വർഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ആര്യനാട് മോഹൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വ്യക്തി സ്വർണവുമായിട്ട് പേരൂർക്കട കോപ്പറേറ്റീവ് ബാങ്കിൽ വന്ന് അവിടുന്ന് കുറേ സ്വർണ്ണം എടുത്തുകൊണ്ട് മടങ്ങിപ്പോയതാണ്. ആ സ്വർണ്ണവും ഇല്ല, അയാളുടെ സ്കൂട്ടറും ഇല്ല, അയാളെയും കണ്ടിട്ടില്ല. അയാളുടെ ഭാര്യയും മക്കളും ഇപ്പോഴും വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം ഏറ്റെടുക്കുന്ന, ഒരു ക്ലൂ എത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് ധാരാളം ഇതുപോലെയുള്ള ക്രിമിനൽസ് ഉണ്ട്. അവർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് പോയി അവർ ഇതുപോലത്തെ ക്രൈം നടത്തുന്നവരാണ്. ഇപ്പോൾ ഈ ഒരാളെ പിടിച്ചാലും മറ്റു 3 പേരും തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവരെ ആ ജില്ലയിലുള്ള ഗുണ്ടകളാണ്. അവർക്ക് ധാരാളം കേസുകളുണ്ട്. അതിൻ്റെ വിവരങ്ങളൊന്നും പോലീസ് ഇതുവരെ വെളിയിലോട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് അവരെ ഉടനെ കണ്ടെത്തും എന്നാണ് കരുതുന്നത്. പക്ഷേ അതിനുള്ള സാധ്യതകൾ മങ്ങിയാണ് നിൽക്കുന്നത്. കാരണം അവർ മുങ്ങും. എങ്ങോട്ടാണ് പോയത്? തിരുവനന്തപുരത്ത് വന്നിട്ട് ആ കാറ് മിക്കവാറും വാടകയ്ക്ക് എടുത്ത കാറായിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് നമ്പർ വെച്ച കാറായിരിക്കും. അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഏതായാലും ഒരാൾ കസ്റ്റഡിയിലുള്ളതുകൊണ്ട് അയാൾക്കറിയാം കാർ എവിടെ നിന്നാണ് ഹയർ ചെയ്തതെന്ന്. അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും കാറില്ല. മിക്കവാറും സുഹൃത്തുക്കളുടെ കാറോ അല്ലെങ്കിൽ കാറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇതുപോലെയുള്ള ഓപ്പറേഷൻ നടത്തുന്നത്. ഇതുപോലെ തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും ഒക്കെ ധാരാളം കേസുകൾ ഇതിനു മുമ്പ് പല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് ഇപ്പോഴും നിർബാധം നടക്കുന്നുണ്ട്. അതിനകത്ത് കുറേ സ്ത്രീകളും ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ള 3-4 സ്ത്രീകൾ ആക്റ്റീവായിട്ട് ഈ പുരുഷന്മാരുടെ ഒപ്പം നിന്ന് വയലൻസിലേക്കും സ്വർണം തട്ടിയെടുക്കുന്നതിലും പോയിട്ടുണ്ട്. അവരൊക്കെ വളരെയധികം കേസുകളിൽ പ്രതിയായിട്ടും ഇന്നും തിരുവനന്തപുരത്ത് ജാമ്യത്തിൽ ഇറങ്ങി അവർ കഴിയുന്നുമുണ്ട്. ഏതായാലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു അന്വേഷണം, ഒരു സ്ക്വാഡ് ക്രൈംബ്രാഞ്ചിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതിന് ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സൂപ്പർ സ്ക്വാഡായിട്ട് വേണം. കേരളത്തിലുള്ള ഇതുപോലുള്ള ക്രിമിനൽസിനെ കംപ്ലീറ്റ് ആയിരക്കണക്കിന് പേരുണ്ട്. അവരെ നമുക്ക് ജയിലിലാക്കിയെങ്കിൽ മാത്രമേ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം. എല്ലാവർക്കും ഭയപ്പെട്ട് കഴിയുകയാണ് കേരളത്തിലെ. കാരണം പണമുള്ളവരും പണമില്ലാത്തവരും അല്പസ്വല്പം ദാരിദ്ര്യത്തിൽ കഴിയുന്നവരും ചിലപ്പോൾ 2-3 പവനുണ്ടായിരിക്കും വീട്ടിൽ. അതൊക്കെ അവരെ കൊന്നിട്ട് കൊണ്ടുപോകുന്ന ഗാങ്ങുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാക്കണം. നമുക്ക് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള, കാരണം അവരെയൊക്കെ കേടികളാക്കിയും ഗുണ്ടകളാക്കിയൊക്കെ പോകുന്നതല്ല നമുക്ക് ആവശ്യം. ഇവരെയൊക്കെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ഈ ഗുണ്ടകളുടെ അക്രമവും ഇതുപോലുള്ള പിടിച്ചുപറിയും കൊലപാതകവും നിർത്തത്തക്ക രീതിയിലുള്ള ഒരു സ്ക്വാഡ് ക്രൈംബ്രാഞ്ചിൻ്റെ മേലധികാരികൾ ഉണ്ടാക്കണം. ഗവൺമെൻറ് അത് ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെയുള്ള ഗുണ്ടകൾ എത്രയോ മർഡറും എത്രയോ ഇത് കേസിൽ യഥേഷ്ടം അവർ സമൂഹത്തിൽ കൂടെ ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ്. ഒരൊറ്റ കേസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യമായിരിക്കണം അത്. അവൻ ജയിലിൽ തന്നെ, അവന് മനുഷ്യനെ കൊന്ന് പണവും സ്വർണവും തട്ടിക്കൊണ്ട് പോകുന്നവരെ തീർച്ചയായിട്ടും അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിരിക്കണം, കിട്ടിയിരിക്കണം. അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല.